കുറച്ച് ദിവസമായിട്ട് നാട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. വീടും ഫുഡും ഫ്രണ്ട്സും എല്ലാം. സംഭവം ഞാൻ കാനഡയിൽ എത്തിയിട്ട് 11 മാസേ ആയിട്ടുള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോകാനുള്ള തോന്നൽ വന്നുകൊണ്ടേ ഈ സമയത്തിനുള്ള ഭയങ്കര ഒരു ഡൗൺ ഫീലിംഗ് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഡൗൺ ഫീലിംഗ് തോന്നുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ കുറച്ചൊന്ന് സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. അങ്ങനെ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു തെറപ്പിയാണ് ഈ ഷോപ്പിംഗ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങനെ കുറച്ച് കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കുറേ ഡ്രസ്സസ് ട്രയൽ ചെയ്ത് നോക്കി. ഇതിലൊരു 2, 3, 4 എണ്ണമൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും ചില കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് ചിന്തിക്കാറ്. എല്ലാ മാസവും ഞാൻ എനിക്ക് വേണ്ടി എന്നെ സന്തോഷിപ്പിക്കാൻ കുറച്ച് സമയം കണ്ടെത്താറുണ്ട്. അതിലും ഒരു ഭാഗമാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. എല്ലാ മാസവും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ട് കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയ സമയം പോകുന്നത് അറിയില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ഞങ്ങൾ അങ്ങനെ 3-4 മണിക്കൂറൊന്നും പോയത് അറിഞ്ഞില്ല. പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ നട്ടപ്പൊരി വെയിൽ. ഈ വെയിലും കൊണ്ട് അത്രയും ദൂരം നടക്കണ്ട, എന്നാൽ നമുക്ക് എവിടെയെങ്കിലും കയറി കുറച്ചേരി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്നും നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ടിമോട്ടൻസിൽ കയറി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് എൻലെസ് ആണ്. എത്ര സമയം വേണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും ഞങ്ങൾക്ക് എത്ര സംസാരിച്ചാലും തീരാത്ത എത്ര ടോപ്പിക് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ എത്ര ദൂരം വേണമെങ്കിൽ നടക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ഇനി അതിപ്പോൾ 10 കിലോമീറ്റർ ആയാലും ഞങ്ങൾ ഓക്കെയാണ് നടക്കാൻ. ഇതത്രയൊന്നുമില്ല കേട്ടോ, ഒരു 3-3 കിലോമീറ്ററേ ഉള്ളൂ. ഞാനിവിടെ വന്ന ആ സമയത്ത് കാണാൻ തുടങ്ങിയതാണ് ആ കാറ് സെയിലിട്ടിരിക്കുന്നത്. ഇതുവരെ അത് ആരും വാങ്ങിച്ചില്ലാവോ. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള സമയമായിരുന്നു. ഈ ഒരു ഗോൾഡൻ അവറൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ഇതുപോലെ പുറത്ത് ഒരുപാട് വീടുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാറുകളും ഒരുപാട് വണ്ടികളും ഇങ്ങനെ സെയിൽ ഇട്ടിട്ടുണ്ട്. നല്ല വിൻറ്റേജ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഓണറാണെന്ന് തോന്നുന്നു. ആ വീട്ടിലപ്പോൾ എന്നെ ഇങ്ങനെ കൈ കാണിച്ച് ടാറ്റൊക്കെ തന്നു. പുറത്ത് പോയാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായാലും നമ്മൾ എന്നും പരിചയമുള്ള പോലെയാണ് നമ്മളോട് വേവ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി എത്ര വലുതായാലും ആകാശത്ത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത് നോക്കി നിന്ന് ഞാൻ അതും വീഡിയോ ഒക്കെ എടുത്ത് പല്ലവീനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ടാറ്റ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.